ഹലോ ഗൈസ്, അപ്പം ലിറ്റിൽ കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. സൈക്കിൾ ഓടിക്കളി കയറി വാ. ജസ്റ്റ് ഒരു വ്ളോഗ് ഞാൻ ഇതുവരെ അങ്ങനെ വ്ളോഗ് എടുക്കില്ല. ഞാൻ ഷോർട്സ് എടുക്കുന്നുണ്ടെങ്കിലും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. പണ്ട് എനിക്ക് 2-3 യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓരോരോ ഫോണും. പക്ഷെ എനിക്കത് അത്ര ഒരു ഇത് വന്നിട്ടില്ല. ചുമക്കണ്ട, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പൊക്കോ. അപ്പം ആൾക്ക് കുറച്ച് ചുമ കൂടുതല, നമുക്ക് സൈക്കിൾ ഓടിക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ഫോണെടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഷോർട്സ് എടുക്കുന്നത്. അപ്പം ഷോർട്സ് എടുത്തിട്ടുണ്ടോ ഒരു സക്കത്തക്കോള. അപ്പം അതെടുത്തതിന് ശേഷം അവൾ പറഞ്ഞു ഇതേപോലെയൊക്കെ എപ്പോഴും ഷോർട്സ് എടുക്കുന്നുണ്ടോ, നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്നേ. അപ്പം ഇവളുടെ പേര് ഗൗരി, എൻ്റെ പേര് ഗ്രീഷ്മ. ഇവള് 2ാം ക്ലാസ്സിൽ, ഞാൻ 7ാം ക്ലാസ്സിൽ. അപ്പം ഞാനൊരു ഷോർട്സ് ഇറക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും. അവർ പറഞ്ഞ് നിൻ്റെ യൂട്യൂബ് ചാനൽ അവരുടെയും കൂടെ ഇറക്കാവോന്ന്. ഞാനും ഒരു ഫോട്ടോ എടുക്കാനുള്ള, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ സൈക്കിളിൽ ഇപ്പം അമ്മ വിളിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഇത് കട്ടാക്കി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് തരാം. അലോനയുണ്ട്, അലോന, ആരാധ്യ, ഐശ്വര്യ, ആദിത്യ, ലാവണ്യ. ഇത്രയും ആൾക്കാരെയാണെന്ന് തോന്നുന്നു. എനിക്ക് പിടിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം. പരാജയമാകുമെന്ന് തോന്നുന്നു. ദൈവമേ, അതൊക്കെ പോകണം. പോകണം. ഞാൻ ഓടിച്ചു. എങ്ങനെയെങ്കിലും വീടിൻ്റെ അടുത്തെത്തി. നമുക്കിങ്ങനെ ഇത് കൂടെ ചുമ്മാ നടക്കാം. അമ്മ പറഞ്ഞ അകത്ത് കയറുന്നു. എന്നാലും ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് കണ്ടിരിക്കുക. ഗൗരി കണ്ടേ, ഇവിടെ പൂവറുത്ത് കളിയും ഡാൻസും ഉണ്ട്. പൂവറുത്ത് കണ്ടോ, അങ്ങോട്ടത് കാണാൻ പറ്റുന്നുണ്ടോ സൂര്യൻ്റെ. ഇതൊക്കെ നോക്കിയിരിക്കുക. പുള്ളിക്കാരത്തെ എപ്പോഴും ഇതൊക്കെ നോക്കിയിരിക്കുന്നത്. ഇതേ പൂ കാണിച്ചെടുത്തേ, പൂവൊക്കെ പറിച്ച് കണ്ടോ, എന്തൊക്കെയാ ചെടികൾ, ഇതൊക്കെയാണ് മൊത്തം ചെടികൾ. അപ്പം എന്നാ ഇപ്പം എന്ത് ചെയ്യുക, ചുമ്മാ നടക്കാന്നേ ഉളുപ്പം സൈക്കിൾ എടുത്ത് അമ്മടേന്ന് കിട്ടും. നമുക്കിവിടുത്തെ ഓരോ പ്ലേസും നമുക്ക് ചുറ്റിക്കാണാം. ഇതാണ്, അവിടെ ഒരു വീടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗൗരി ഉള്ളത്. ഇവിടെ ഞങ്ങളുടെ ആൻറ്റിയുടെ വീടാണ്. അവിടെയാട്ടോ ഞങ്ങളുടെ വീട്. പൂക്കൾ 2 സൈഡുണ്ട്. ഞാൻ അവിടെയാട്ടോ എൻ്റെ വീട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ പട്ടിനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ട്. അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പറയും നീ തിരിച്ച് വാ, ഫോൺ തരാൻ പറയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. പിന്നൊരു ദിവസം, അവധിയുള്ള ദിവസം, ഞാൻ ഇവിടെ മൊത്തം ഞാൻ കാണിച്ചിരിക്കും. അപ്പം നമുക്കിവിടെയൊക്കെ നടക്കാം. ഇതിൽ കൂടെ ഞങ്ങൾ സൈക്കിൾ ഓടിക്കാറ്. ഇതിൽ കൂടെ ഞങ്ങളുടെ വഴി അങ്ങോട്ട് പുറത്തോട്ട് പോകണം. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. നീ ഇടയ്ക്കൊക്കെ വരാതെ വരുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ 7 മണിയാവും. പിന്നെന്താ, ഇരുന്ന് വല്ല ഹോംവർക്ക് കൊണ്ട് ചെയ്ത് പഠിക്കാനുള്ള പഠിച്ച്, പിന്നെ ആഹാരം കഴിച്ച്, TV കണ്ട് അച്ഛൻ്റെ കൂടെ കളിച്ച് ഉറങ്ങി വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇന്ന് അവധിയല്ലേ, ഗാന്ധിജിയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഇന്ന് സ്കൂൾ അവധിയാണ്, പക്ഷേ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷനും പോയിട്ട് നേരത്തെ വന്നുകൊണ്ട് ഇപ്പോഴൊക്കെ ഇവിടെ ഒന്ന് കളിക്കാൻ പറ്റുന്നു. ഞാൻ വിചാരിച്ച് ഈ മരമൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നിൽക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗ് എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വ്ളോഗൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഗൗരി പറയും ചുമ്മാന്ന്. ഞാൻ പണ്ട് ഒരു യൂട്യൂബ് ചാനലാണ് ചുമ്മാ തുടങ്ങുമ്പോൾ അതിൽ അങ്ങനെ ലൈക്കും ഒന്നും കാണത്തില്ല. വെറുതെ ചുമ്മാ തുടങ്ങും. അപ്പം അമ്മ വിളിച്ചു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ യൂട്യൂബ് ചാനൽ ചുമ്മാ മേക്കപ്പ് വീഡിയോ അങ്ങനെയൊക്കെ അതിലൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ.
ആദ്യ സമയത്തൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈവനിങ് ബ്ലോഗ് സത്യം പറഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ മുതലാണ് തുടങ്ങേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയത് എപ്പോഴാണ്? അതെ, കുഞ്ഞിപ്പീപ്പിരിയാണ് സൈക്കിൾ കൊടുത്തുകൊണ്ടത്. അവൾക്ക് അത് കയറാൻ പറ്റത്തില്ല. അപ്പം അമ്മയുടെ ഇപ്പം തെറി കേൾക്കുവേ. നമുക്ക് പതുക്കെ പോകാം. അവൾ പറപ്പിച്ച് വരും. ഓക്കെ. അമ്മ വിളിക്കുമ്പോൾ ഉടനെ ഞാൻ വീഡിയോ കട്ടാക്കും. അമ്മ പുറകിലാണ്. ഞാനേ എൻ്റെ പട്ടിക്കുട്ടി നമുക്ക് അർജുനെ കാണിക്കാം. വച്ചേക്കത്. ഇതാണ് ഞങ്ങളുടെ പട്ടി അർജുന പേര്. ഇതിപ്പാ നോക്കിക്കേ, കണ്ടോ? ഇവനാണ്. അർജുൻ ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് അലർജിയാണ്. ഞാൻ അലർജിയാണ്. അതുകൊണ്ട് അമ്മ വീണ്ടും വിളിച്ചു അവിടെ പോയത്. ഇതാണ് ഞങ്ങളുടെ വീട്, ഇതാണ് ഞങ്ങളുടെ സ്ഥലം. അമ്മ വീണ്ടും വിളിച്ചു. വണ്ടി, ഇത് വീട് ഒക്കെ വീടിൻ്റെ അകത്തോട്ട് പോവാം. കയറി ഗൗരി വീടിൻ്റെ അകത്ത് കയറ കഴിച്ചിട്ട് കണ്ട്. ഇതാണ് വീടിൻ്റെ അകം. എന്തും കാണിക്കാമല്ലോ. ഇത് ഹോം ടൂറാണോ എന്നൊരു ഡൗട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീട് കാണിക്കുന്നു, ഓടിച്ചിട്ട് കാണിക്കാം. ഇവിടെ നിന്ന് കാണിക്കാൻ ഒരു സമയമില്ല. ഇതാണ് ഹാള്. ഇതാണ് ഗേരിയാണ്. ഇതാണ് വാഷ് ബേസിൻ്റെ ഏരിയ. അവിടെ അടുക്കളയാണ്. അമ്മ പറഞ്ഞു വിളക്ക് വയ്ക്കാം, വിളക്കൊരുക്കാം. വേണ്ട ഗൗരിക്ക് ടി വി വേണോ? ടി വി വേണ്ടേ? പിന്നെ വേണ്ടേ? ടി വി ഇട്ട് കൊടുക്കണം. എന്തേലും കണ്ടോ അവൾക്ക് ടി വി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ കൂടുതൽ നിന്നില്ലെങ്കിൽ ഞാൻ 2 പാർട്ടാക്കി ഇടുവേ. ആ മൂവി സ്റ്റൈലറാ ഇവള് കാണുന്ന മലയാള എക്സ്പ്ലനേഷൻ, ഇംഗ്ലീഷ്. ഇതാണ് എൻ്റെ പൂജാമുറി. നവത്തോട്ട് വെളിച്ചടിക്കില്ല എന്നുണ്ടോ, ഇത്രേ ഉള്ളൂ. കരി ഞാൻ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നേ. നമുക്കിനി കിണ്ടിയിലെ വെള്ളം കളയാം. ഞാൻ കാണിക്കാമല്ലോ. വെള്ളം ഇപ്പം നിറച്ച് വെള്ളം എടുക്കണം നമ്മൾ. ഞാൻ എന്നാലും കുറച്ച് എടുക്കുള്ളൂ. നിറച്ച് വെള്ളം എടുക്കണം എന്ന് പറയും. വെള്ളം വേണം. ഞാനാ ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വെള്ളം എടുത്തു വെച്ചു. ഇനി നമുക്ക് വിളക്കിലെ എണ്ണയും മാറ്റണം, തിരിയും മാറ്റണം. കാരണം എണ്ണയും തിരിയും മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ വെച്ച് തന്നെ വെക്കാൻ പാടില്ല. അതുമല്ല, അപ്പം എണ്ണ കൂടുതൽ ഒഴിച്ചു ഇന്നത്തേക്കും കൂടെ വെക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിൽ വെള്ളം വരവിക്കും. വിളക്ക് അണയ്ക്കുമ്പോഴേ കിണ്ടിയിലെ വെള്ളം പകുതി എടുത്ത് വയ്ക്കും. എന്നാലേ അത് അണയത്തുള്ളൂ ഞാൻ വയ്ക്കും. ഞാൻ ഇത് ക്ലീനാക്കി. ഇനി ഇതിൽ തന്നെ ആയിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ തുടയ്ക്കും. ഇതിലെടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കും. ചോളൊക്കെ തൂത്തെടുക്കണം. ഭയങ്കര പൊടിയാണ്. ഞാൻ തൂത്തെടുത്തു. ഒരു ഈവനിങ് വ്ളോഗിൽ ഞാൻ പകുതി ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. എനിക്ക് വേണമായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം കുറച്ച് നീണ്ട ഒരു വ്ളോഗ് ഉണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. വിളക്കിൽ തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടായതാണ്, കാരണം അങ്ങനെ നമുക്ക് വെറുതെ വെക്കുന്നത് ഇതുമല്ല, കുറച്ച് ഇതാക്കുന്നുണ്ട്. ഇനി എണ്ണ വേണം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച്, പിന്നെ വെറുതെ എണ്ണ പോകും. ഞാൻ കൂടുതൽ എടുത്ത് ഒഴിക്കാതെ എൻ്റെ കുഴപ്പം. ചില സമയത്ത് ഒട്ടും ഒഴിക്കില്ല, ചില സമയത്ത് കൂടുതൽ ഒഴിക്കില്ല. വിളക്കൊരുക്കി ഞാൻ ഒന്ന് കൈ എഴുതുന്നത്. അപ്പം ഞാൻ ലൈറ്റാണ് ചാട്ടും ഉണ്ട്.
ഞാൻ കൈയൊക്കെ കഴുകി വിളക്കുറ്റി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുമാരി ലേസും വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് തരണ്ടേ ലേസ്? ആ എൻ്റെ സൈക്കിളുണ്ടല്ലോ ഇവിടെ, നമ്മൾ കുറച്ച് സൈക്കിൾ ഓടിച്ചിട്ടാണ് ഇങ്ങനത്തെ പോകണം. ഞാനിവിടെ വെച്ച് എടുത്തോണ്ട് പോയില്ല, പഴക്കേട്ട്. ഇനിയിപ്പോൾ ഇതെടുക്കണ്ടേ? ഞാൻ മിക്കവാറും ഇപ്പോൾ വ്ളോഗ് അവസാനിപ്പിക്കും. കാരണം അമ്മ പറഞ്ഞു വരാൻ. മിക്കവാറും ഞാൻ കുറച്ചും കൂടി നീണ്ടിപ്പിക്കും. അതെ, വെക്കാൻ കൂടി വരാണ്. ഇടയ്ക്കൂടെ കയറ്റാൻ കുറച്ച് പാടാണല്ലോ. റിസ്കിൻ്റെ ഇടയിൽ നമ്മളിപ്പം സൈക്കിളാറ്റി നമുക്ക് ഈ വഴി കൂടെ പോവാം. അപ്പോൾ കുറച്ചും കൂടി ബ്ലോഗ് എടുക്കാമല്ലോ. അതെ ശരി. അപ്പം മിക്കവാറും ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. അപ്പം ഞാൻ നോക്കണം, അല്ല എനിക്ക് വിളക്കം കൂടെ വെച്ചിട്ട് അതിൻ്റെ പേരെന്നാണ്. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അമ്മയടുത്ത് ഞാൻ കട്ടാക്കി ചോദിച്ചിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നിർത്താൻ പോകാൻ നിർത്തിക്കാം. പറ്റാറ്റ ഞാൻ വീണ്ടും ഒരു വ്ളോഗ് എടുക്കും. ബൈ.